ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ പറഞ്ഞ വാക്കുകൾ കേട്ട ആര്യനും ആകാശും ഒന്നും ചെയ്യാൻ കഴിയാതെ വാക്ക് താഴെയിട്ട് അവിടെ എങ്ങനെ നിൽക്കുകയാണ്. തങ്ങളുടെ ദേഷ്യം എങ്ങനെ തീർക്കണമെന്നറിയാതെ ആകാശാണെങ്കിൽ അവിടെയുള്ള ഭിത്തിയിൽ കൈയിട്ടടിച്ചും ആര്യനാണെങ്കിൽ സോഫയിലിരുന്ന് പൊട്ടിക്കരഞ്ഞും ഒക്കെ ദേഷ്യവും വേദനയും ഒക്കെ നിയന്ത്രിക്കുകയാണ് കേട്ടോ. അവരുടെ ഈ അവസ്ഥ കാണുന്ന ബാലനും ഗോമതിക്കും ഒരുപാട് സങ്കടം വരിക. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അനുമോള് താൻ കാരണമാണല്ലോ തൻ്റെ ഏട്ടന്മാര് ഇത്രയധികം വേദനിക്കുന്ന ഓർത്ത് അവളും വീണ്ടും പൊട്ടിക്കരയാണ് കേട്ടോ. ഇവരെയൊക്കെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ മീനു നിൽക്കുന്നു. അതിനുശേഷം ഒന്ന് സമാധാനമാവുമ്പം രണ്ടുപേരും കൂടി പുറത്തെ വരാന്തയിൽ പോയി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സമയം രാത്രി ആയിട്ടോ. അപ്പം മീനു അടുത്തേക്ക് വരിക. നിങ്ങൾ രണ്ടും എന്തൊരു ഇരിപ്പായി ഇരിക്കുന്നത്, സമയം എത്രയായെന്ന് അറിയാവോ? ഉച്ചയ്ക്കും ഒന്നും കഴിച്ചില്ലല്ലോ, ആഹാരം വല്ലതും വന്ന് കഴിച്ചേ എന്ന് പറയാം. അത് കേൾക്കുന്ന ആരും പറയും എനിക്കൊന്നും വേണ്ട എടുത്തി. ആകാശം പറയും മീനു ഞങ്ങൾക്കൊന്നും വേണ്ട, നീ പൊയ്ക്കോ എന്ന് പറയാം. നിങ്ങൾ രണ്ടും എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? പിന്നെ അനു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് കരുതി എല്ലാ തെറ്റുകളും അവളുടെ ഭാഗത്തും ഇല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ആരും പറയും അവളെപ്പറ്റി എനിക്കൊന്നും കേൾക്കണ്ട ഇടത്തി എന്ന് പറയാം. ദേ അനുവിൻ്റെ വക്കാലത്തുമായിട്ട് മീനു നീ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ആകാശം പറയാം. നിങ്ങൾ ആരും കരുതുന്ന പോലെ നിങ്ങളുടെ പെങ്ങള് നശിച്ചു പോയിട്ടൊന്നുമില്ല. അവളുടെ ഭാഗത്തെ നിരപരാധിത്വം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് നിരപരാധിത്വം ഇടത്തി എന്ന് അപ്പോൾ ആരും ചോദിക്കുകയാണ്. ജനിച്ചപ്പോൾ മുതൽ കാണുന്നതല്ലേ ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുത. എന്നിട്ട് ലോകത്ത് ഒരു ചെറുക്കന്മാരും ഇല്ലാഞ്ഞിട്ടാണോ ആ കൃഷ്ണമംഗലത്തെ അലോകനെ തന്നെ അവൾ പോയി പ്രേമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക. ആര്യനും പറയും അതെ, ഈ കുടുംബത്തോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോ? നിങ്ങൾ എല്ലാവരും അവളുടെ ഭാഗത്തെ തെറ്റുകൾ മാത്രം ചിന്തിക്കുമ്പം അവളുടെ പ്രായത്തെപ്പറ്റിയെങ്കിലും ചിന്തിക്കണം. അവൾക്ക് ചെറുപ്പമാണ്. നമ്മൾ ആരും ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കാനുള്ള പക്വതയൊന്നും അവൾക്കായിട്ടില്ല. അതുകൂടി നിങ്ങൾ പരിഗണിക്കണം. എല്ലാത്തിനും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്ന് മീനു പറഞ്ഞു മനസ്സിലാക്കുക. ലോകുമായിട്ടുള്ള സ്നേഹം രണ്ട് വീട്ടുകാർക്കും ഇടയിലുള്ള കാലങ്ങളായിട്ടുള്ള പക തീരാനായിട്ട് കാരണമാകുമെന്ന് അവളുടെ പക്വതയില്ലാത്ത മനസ്സ് ചിന്തിച്ചിട്ടുണ്ടാവും. അതാവാം അലോകിനെ അവൾ പ്രണയിച്ചത് എന്ന് മീനു അവരോട് പറഞ്ഞു കൊടുക്കുക. ഓ വലിയ കാര്യമായി പോയി എന്ന് ആരും പറയാം. കുറച്ച് കഴിഞ്ഞപ്പം അലോകുമായിട്ടുള്ള ബന്ധം അപകടമാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് മീനു പറയാം. അതോടുകൂടി അവൾ ആ റിലേഷൻഷിപ്പും അവസാനിപ്പിച്ചതാ. അവനിവിടെ വന്നത് അവളുടെ അറിവോടെയല്ല. മീനു ഈ കാര്യങ്ങളൊക്കെ നിനക്ക് നേരത്തെ അറിയായിരുന്നോ എന്ന് ആകാശപ്പ ചോദിക്കും. അയ്യോ ഇല്ല, പക്ഷെ അവൾ ഒരു റിലേഷൻഷിപ്പിലാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എടുത്തി എന്താ ഇക്കാര്യം വേറെ ആരോടും പറയാതിരുന്നേ എന്ന് ആര്യനപ്പ ചോദിക്കും. കഷ്ടമായി പോയല്ലോ എടുത്തി, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ അപകടമൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് മീനുവിനോട് ചോദിക്കുമ്പോൾ മീനു പറയും അത് പിന്നെ എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമല്ലല്ലോ, ഞാൻ തന്നെ തിരുത്താമെന്ന് നോക്കി ആര്യ എന്ന് പറഞ്ഞ് ആര്യൻ്റെ അടുത്ത് പോയിരിക്കുക. അത് അലോകാണെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല എന്ന് ആര്യനെ സമാധാനിപ്പിക്കാനായിട്ട് നമ്മുടെ മീനു പറയാ. പിന്നെ പുതിയ കുട്ടികളല്ലേ, മനസ്സ് തുറന്ന് അവർ പരസ്പരം ഇടപെടുന്നത്. നമ്മളെപ്പോലെയൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ. അനുമോളുടെ നല്ലൊരു സൗഹൃദം ഞാൻ തെറ്റിദ്ധരിക്കുന്നതാണെങ്കിലോ? അങ്ങനെ ഒരു ആശങ്കയും എനിക്കുണ്ടായിരുന്നു. അവൾക്ക് ഒരു പ്രണയമില്ലെങ്കിൽ ഞാൻ അവളെ സംശയിക്കുന്നത് പോലെ ആയി പോകില്ലേ? അതുകൊണ്ടാ വേറെ ആരോടും ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ മീനു. ഇത് കേൾക്കുന്ന ആര്യനും ആകാശനും അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛനെ അമ്മയെ മറന്ന് ഒന്നും ചെയ്യരുതെന്ന് അവളെ ഞാൻ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ആ ഉപദേശം അവൾ അക്ഷരം പ്രതി അനുസരിച്ചല്ലോ എന്ന് ആകാശ് പറയാ. അനു അലോകിനെ വിളിച്ച റൂമിൽ കയറ്റിയതൊന്നും അല്ല, നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചപ്പം അനുമോളെ ട്രാപ്പ് ചെയ്യാൻ അലോക് ഒപ്പിച്ച പണിയാണ് ഇത്. അത് കേൾക്കുന്ന ആര്യനും ആകാശം ദേഷ്യത്തോടു കൂടി എഴുന്നേക്കുക. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിക്കുക. ഇപ്പം നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ലെന്ന് എനിക്ക് അറിയാം, പക്ഷേ സമാധാനത്തോടെ ചിന്തിക്കുക എന്ന് മീനു അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് ആ പാവം കുട്ടിയെ എല്ലാവരും കൂടി ശിക്ഷിക്കുന്നത്. അവൾക്കൊരു തെറ്റു പറ്റി എന്നും കരുതി പൂർണ്ണമായും തെറ്റ് അവളുടെ ഭാഗത്തുമല്ല. സഖി കെടുമ്പം അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നിരിക്കും എന്ന് മീനു പറയണം കേട്ടോ. അത് കേൾക്കുന്ന ആകാശവും ആര്യനും ഞെട്ടി നിൽക്കുക. അപ്പം തന്നെയാണ് ഗോമതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗോമതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണുന്ന മീനു ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ അമ്മേ, എന്താ കാര്യം? അമ്മ എന്താ വല്ലാതിരിക്കുന്നേ? ആനന്ദ് ഇതുവരെ വന്നിട്ടില്ല മീനു, സമയം എത്രയായി? അതെന്തു പറ്റി? ശരിയാണല്ലോ, ആനന്ദേട്ടൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് ആര്യനപ്പം പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ആകാശം പറയും ശരിയാ, അതേടാ അവൻ വരേണ്ട സമയം കഴിഞ്ഞു. വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോണും എടുക്കുന്നില്ല. ദേവിമോള് പല പ്രാവശ്യം വിളിച്ചു നോക്കിയതാ എന്ന് ആശങ്കയോടുകൂടി ഗോമതി പറയും. അമ്മ വിഷമിക്കാതിരിക്കുക, ഏട്ടൻ ഇങ്ങ് വരും എന്ന് ആകാശപ്പ സമാധാനിപ്പിക്കാൻ പറയൂട്ടോ. ഇതങ്ങനെ അല്ലടാ, രാവിലെ അവന് ഇച്ചിരി വഴക്കിട്ടിട്ടാ പോയത്. എനിക്കെന്തോ
ഒരു പേടി പോലെ. അവൻ എന്തെങ്കിലും കടുങ്കൈ, ഈശ്വര എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഗോമതി കരയാൻ തുടങ്ങുക. ആകാശേട്ടാ വന്നേ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് ആര്യൻ പറയും. ആ നീ പോയി താക്കോലെടുത്തിട്ട് വാ, ഞാൻ വരാം എന്നും പറഞ്ഞ് ആകാശ ആര്യനെ അകത്തേക്ക് പറഞ്ഞു വിടും കേട്ടോ. മീനു എൻ്റെ മോൻ, അവൻ എന്തെങ്കിലും പറ്റി കാണുമോ? ഏയ് ഒന്നും പറ്റില്ല, അമ്മ വിഷമിക്കാതിരിക്കുക, ഇവർ നോക്കാൻ പോവല്ലേ. അപ്പം ആകാശം പറയും, അമ്മ സങ്കടപ്പെടാതിരിക്കുക, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നോക്കിയിട്ട് വരാം, അമ്മേ പോയിട്ട് വരാട്ടോ എന്ന് ആര്യനും ഗോമതിയുടെ യാത്ര പറഞ്ഞ് നമ്മുടെ ആനന്ദിനെ തപ്പി ഇറങ്ങുകയാണ് കേട്ടോ. ആകാശം ആര്യനും പോകുന്നത് നോക്കി മീനുവും കോമതിയും വരാന്തയിൽ തന്നെ നിൽക്കുക. പേടിക്കണ്ടമ്മേ, അവർ ആനന്ദേട്ടനും കൂട്ടി വരും, ബാ നമുക്ക് അകത്തേക്ക് പോകാം, ദേവിയടത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ദേവിയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ദേവി അവിടെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കാണുന്ന മീനു പറയും, അയ്യേ ഇത് എന്തിനാ ദേവിയടുത്ത് ഇങ്ങനെ സങ്കടപ്പെടുന്നത്, കരയാതിരുന്നേ, ആനന്ദേട്ടൻ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും എന്ന് പറയാണ് കേട്ടോ. പക്ഷെ ഒരു പ്രതികരണവും ഇല്ലാതെ ദേവി ഒരു പാവ പോലെ ഇരിക്കുക. അതെ, കെട്ടിയോനെ ആരും തട്ടിക്കൊണ്ടൊന്നും പോവില്ല കേട്ടോ, പുള്ളി സേഫായിട്ട് ഇങ്ങോട്ട് വന്നോളൂ, ഏടത്തി ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് മീനു ദേവിയോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അവൻ എന്തെങ്കിലും ജോലി തിരക്കുണ്ടാവും മോളെ, അതാവും വൈകുന്നത്. ഏട്ടനെ ഞാൻ പലതവണ വിളിച്ചു നോക്കിയമ്മേ എന്ന് ദേവി പറയും. ഫോണൊന്നും എടുക്കുന്നില്ല, ഫോൺ ചിലപ്പം ചാർജ് ഇല്ലായിരിക്കും, അതാവും എടുക്കാത്ത. അങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ നീ വിഷമിച്ചാൽ എന്താ ചെയ്യുക മോളെ എന്ന് പറഞ്ഞ് ഗോമതി സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. ആര്യനും ആകാശും അവനെ തെരഞ്ഞു പോയിട്ടുണ്ടല്ലോ, അവരിപ്പം തന്നെ കൂട്ടിക്കൊണ്ടുവരും. എൻ്റെ പൊന്നുമോളൊന്ന് സമാധാനപ്പെടുക, ഒരാപത്തും അവന് സംഭവിക്കില്ല കേട്ടോ, എൻ്റെ മോള് ധൈര്യമായിട്ടിരിക്കും. സമയം നമ്മുടെ ആകാശം ആര്യനും ആനന്ദിനെ തപ്പി പല സ്ഥലങ്ങളിലും തരും കേട്ടോ. പക്ഷെ അവിടെ ഒന്നും ആനന്ദിനെ ലഭിക്കില്ല. ആകാശാണെങ്കിൽ ആനന്ദിനെ ഒരുപാട് തവണ ഫോൺ വിളിക്കും, ഫോൺ ഇട്ട് എടുക്കുന്നുമില്ല. ഈ ഏട്ടൻ ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്നതല്ലോ, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുന്ന ആളെയല്ല, ഏട്ടൻ ഇത് എന്തു പറ്റിയോ. അപ്പോൾ ആര്യൻ പറയും, ഇനിയിപ്പം ഫർണിച്ചർ കടയിലെങ്ങാനും ഉണ്ടാവുമോ, ചേട്ടൻ ജോലി ചെയ്യുന്ന കട, നമുക്ക് അവിടെ പോയി നോക്കിയാലോ. ഏയ് ഫർണിച്ചർ കടയൊക്കെ എപ്പോൾ അടച്ചു കാണും, സമയം എത്രയായെന്ന് കരുതി ആര്യ അവിടെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഈ ഏട്ടൻ ഇത് എവിടെയായിരിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആനന്ദിനും തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ഇതേസമയം ദേവമംഗലത്ത് ദേവിക്കും ആകെ സങ്കടമാണ്. ഇന്ന് ഏട്ടൻ വഴക്കടിച്ചിട്ടാ പോയത്. അത് കേൾക്കുന്ന ഗോമതി പറയും, അത് അവൻ്റെ മാനസികാവസ്ഥ മോക്കറിയാലോ, അതുകൊണ്ട് ടെൻഷൻ കാരണം എന്തൊക്കെയോ പറഞ്ഞതാ, അത് മോള് കാര്യമാക്കി എടുക്കുമൊന്നും വേണ്ട. അങ്ങനല്ല, ആനന്ദേട്ടൻ്റെ മനസ്സ് ആകെ ഒരു കൈവിട്ട അവസ്ഥയിലാണ് അമ്മ എന്ന് ദേവി വീണ്ടും പറയാ. അല്ലെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ സംസാരിക്കുമോ, അമ്മയോട് ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്, അമ്മയോട് എത്ര സ്നേഹത്തോടെ പെരുമാറുന്ന ആളാ, എന്നിട്ട് ആനന്ദേട്ടൻ അതൊന്നും ചിന്തിക്കാതെയല്ലേ സംസാരിച്ചത്. മനസ്സിൻ്റെ നിയന്ത്രണം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പലതും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുമെന്ന് നീ തന്നെ പറഞ്ഞിട്ടില്ലേ മീനു എന്ന് ദേവി മീനുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. ദേവിയുടെ വാക്കുകൾക്ക് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ ഗോമതിയും മീനുവും നിൽക്കുക. ആനന്ദേട്ടൻ ആകെ ഒരു കൈവിട്ടു പോയ അവസ്ഥയിലാണ്, തകർന്നു പോയി ആ മനുഷ്യൻ എന്ന് ദേവി പറയാ. എന്താ പറയുന്നതെന്നോ ചെയ്യുന്നതെന്നോ എന്നും ഒരു ബോധമില്ലാത്ത രീതിയിലാണ്, ഏട്ടൻ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ചെയ്യുന്നേ എന്ന് ദേവി പറയാണ്. ഏട്ടൻ ഇത്രയധികം തകർന്നു കളഞ്ഞല്ലോ, എനിക്ക് പേടിയാവുക, ഏട്ടൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുമെന്ന് ഓർത്തിട്ട് എന്ന് ദേവി പറയുമ്പോൾ മീനും ഗോമതിയും കൂടി സമാധാനിപ്പിക്കും. മോളെ നീ ഇങ്ങനെ കരയല്ലേ, അവന് ഇച്ചിരി സാവകാശം കൊടുക്ക്, അവൻ ശരിയായിക്കോളും, അവനെല്ലാം ഉൾക്കൊണ്ട് പഴയ നമ്മുടെ ആനന്ദമായിട്ട് മാറും എന്ന് ഗോമതി ദേവിയോട് പറയണം കേട്ടോ. മീനു എന്തു പറയണമെന്നറിയാതെ ദേവിയെ നോക്കി നിൽക്കുക. ഇതേ സമയം എവിടെയൊക്കെ തെരഞ്ഞിട്ടും നമ്മുടെ ആനന്ദിനെ കാണാതെ വരുമ്പം ആകാശിനും ആര്യനും ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്നിട്ട് അവർ കടൽ തീരത്തും പോയി നോക്കുവേ. അപ്പോൾ പെട്ടെന്ന് ആകാശ് പറയും, എടാ വണ്ടി നിർത്തിക്കേ, അത് ആനന്ദേട്ടനല്ലേ എന്ന് ചോദിക്കുക. ആനന്ദേട്ടനോ എന്നാൽ ബാ ഇറങ്ങാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഓടി ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു വള്ളത്തിൻ്റെ സൈഡിൽ തല ചായച്ച് ആനന്ദ് ഇരിക്കുക. ഏട്ടാ ആനന്ദേട്ടാ എന്നും പറഞ്ഞ് രണ്ടുപേരോട് വിളിക്കും. ആനന്ദേട്ടാ, ഏട്ടാ ഇതെന്താ ഏട്ടാ, ആനന്ദേട്ടാ എന്നും പറഞ്ഞ് എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ല. ഫിറ്റാ എന്ന് ആര്യനോട് ആകാശ് പറയും. ഏട്ടൻ എങ്ങനെ ഇവിടെ എത്തിയത് എന്ന് ആര്യൻ ചോദിക്കും. അപ്പം ആനന്ദ് പറയും, ഏട്ടാ ഇത് ഞങ്ങളാ, ആകാശും ആര്യനും. ഏട്ടൻ ഞങ്ങളെ മറന്നുപോയോ എന്ന് ചോദിക്കുക. ഏട്ടനൊന്ന് എഴുന്നേറ്റേ. ആകാശും ആര്യനോ, എന്താടാ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ആനന്ദ് ചോദിക്കും. കൂടി എന്നെ എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത് എന്ന് ആനന്ദ് ഒരു വിധത്തിൽ അവരോട് ചോദിക്കുക. പറയുന്നതൊന്നും തീരെ തിരിയുന്നില്ല കേട്ടോ, അത്രയ്ക്കധികം മദ്യപിച്ചിട്ടുണ്ട് ആനന്ദ്. എന്നിട്ട് ചെരുപ്പൊക്കെ ആര്യൻ ഒരു വിധത്തിൽ ഇടിപ്പിക്കുക. എന്നിട്ട് രണ്ടുപേരും രണ്ട് വശത്തുനിന്ന് കൈ പിടിച്ച് പയ്യെ നടത്തിക്കുക. എന്നെ വിടടാ, എനിക്ക് വീട്ടിലോട്ട് പോകണ്ട, ഇവിടെ ഞാൻ ഓക്കെയാടാ, ഇവിടെ എനിക്ക് ഇച്ചിരി സമാധാനമുണ്ട്, വീട്ടിലേക്ക് ഞാൻ പോകില്ല, അതൊരു നരകവാ, എനിക്കങ്ങോട്ട് പോകണ്ട. എടാ സ്വസ്ഥമായിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാടാ, എന്നെ ഒന്ന് വെറുതെ വിടടാ.
അപ്പോൾ ആകാശ് പറയും, ഇവിടെ കിടക്കരുത്, ആൾക്കാർ മൂത്രം ഒഴിക്കുന്ന സ്ഥലമായിട്ടാ എന്ന് പറയും. അതൊന്നും സാരമില്ല, എനിക്കതൊന്നും കുഴപ്പമില്ല എന്ന് ആനന്ദ് പറയും. ഏട്ടൻ ഇങ്ങ് വന്നേ, നമുക്ക് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് പോയി കിടക്കാന്നേ എന്ന് പറഞ്ഞ് ആകാശ് ആനന്ദിനെ ഒരു വിധത്തിൽ വണ്ടിയിലോട്ട് ഇരുത്തുക. അപ്പോൾ ആര്യനാണെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആകാശിൻ്റെ കൈ കൊടുത്തിട്ട് രണ്ടുപേരോട് ഒരു വിധത്തിൽ ആനന്ദിനെ ബൈക്കിലേക്ക് കയറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ആര്യനും ആകാശിനും ഇടയിലായിട്ടാണ് ആനന്ദിനെ ഇരുത്തുന്നത്. എന്നിട്ട് ആര്യം പറയും, ആകാശേട്ടാ നന്നായിട്ട് പിടിച്ചോട്ടോ, ഇല്ലെങ്കിൽ താഴെ വീഴും എന്ന് പറയാം. അതൊക്കെ ഞാൻ പിടിച്ചോളാടാ, നീ വേഗം വണ്ടി വിട്ടോ എന്ന് പറയാം. അപ്പോൾ ആര്യൻ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ആനന്ദിൻ്റെ ബോധം മുഴുവനായിട്ട് പോവാ. ഏട്ടാ ഉറങ്ങില്ലേ ഏട്ടാ എന്ന് പറയാണ്. ഞാനൊന്ന് ഉറങ്ങട്ടേടാ, എനിക്കൊന്ന് സമാധാനം താ എന്ന് പറയാം. ഇറങ്ങ, ഇതെവിടെടാ എന്നപ്പം ആകാശിനോട് ആനന്ദ് ചോദിക്കുക, ഇതേതാ സ്ഥലം, ബാ അകത്ത് പോയി കിടക്കാം, നല്ല വൃത്തിയുള്ള സ്ഥലമാണ് എന്ന് ആകാശ് പറയൂട്ടോ. അപ്പം ആകാശ് തന്നെ പിടിച്ചിട്ട് നിൽക്കുന്നില്ലാത്തപ്പം വണ്ടി ഓഫ് ചെയ്ത് ആരും കൂടി പിടിക്കുക. ഇത് ഏതാ സ്ഥലം? ഷോ ഏട്ടാ ഒന്ന് പതി പറ, ഇങ്ങനെ സംസാരിക്കല്ലേ. നമ്മുടെ വീട് തന്നെ. ഇവിടേക്ക് എന്തിനാടെ എന്നെ കെട്ടിയെടുത്തത്? ഞാൻ സ്വസ്ഥമായിട്ട് ആ കടൽ തീരത്ത് കിടന്നതല്ലേ. അപ്പം ആര്യം പറയും, ആകാശേട്ടാ എങ്ങനെയെങ്കിലും അച്ഛനും അമ്മയും അറിയാതെ ഏട്ടനെ റൂമിലെത്തിക്കണം എന്ന് പറയാം. അതെന്താ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നും പറഞ്ഞ് ഒച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആകാശും ആര്യനും കൂടി വാ പൊത്തിപ്പിടിക്കും. വിടടാ, നിങ്ങൾ എന്നാടെ എന്നെ ഈ കാണിക്കുന്നത്? എനിക്കൊന്ന് സംസാരിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ? സ്വസ്ഥമായിട്ട് എവിടെ ഇരിക്കാന്ന് വെച്ചാൽ അവിടെ നീയൊന്നും എന്നെ ഇരുത്തിയല്ല, എന്നിട്ട് ഇവിടേക്ക് കെട്ടിയെടുത്തിട്ട് മിണ്ടാനും സമ്മതിക്കുകയല്ല. എന്നിട്ട് ആകാശിൻ്റെ ആര്യൻ്റെ തോളി കൈയിട്ടുകൊണ്ട് നടന്നു വരിക. പെട്ടെന്നാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത്. ആനന്ദിൻ്റെ അവസ്ഥ കാണുമ്പോൾ അയ്യോ ഇവനിത് എന്താ പറ്റിയത് എന്നും ചോദിച്ച് ഗോമതി ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ അമ്മയോട് എന്ത് പറയണമെന്നറിയാതെ ആകാശം ആര്യനും നിൽക്കുക. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് മീനും വരും. നീ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലേടാ എന്ന് ചോദിക്കും. അതെ അതെ തുടങ്ങി എന്ന് ആനന്ദ് അപ്പം പറയും. എനിക്ക് ഇച്ചിരി സ്വസ്ഥത വേണം എന്ന് പറയാം. ഇവനെ എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? വല്ല കള്ളുഷാപ്പിൽ നിന്നോ ആണോ, അതോ വഴിയിൽ എവിടെയെങ്കിലും വീണ് കിടക്കുമായിരുന്നോ എന്ന് ഗോമതി ദേഷ്യപ്പെട്ട് ചോദിക്കും. അപ്പം ആകാശും ആര്യനും മിണ്ടാതെ നിൽക്കും. മീനു പറയും, അമ്മേ ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട, നമുക്കിന്ന് രാവിലെ സംസാരിക്കാം, വിടടാ എന്ന് പറഞ്ഞ് ആനന്ദ് അപ്പം പറയും. പ്രസവിക്കുന്നതിന് മുന്നേ തൊട്ടിൽ മേടിച്ചാലേ ദോഷമാണെന്ന് മുൻപേ നിങ്ങൾ നേരത്തെ പറയണമായിരുന്നു എന്ന് ഗോമതിയോട് പറയൂട്ടോ. അത് കേൾക്കുന്ന ഗോമതി എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. എന്തൊക്കെ ആനന്ദേട്ടാ ഈ പറയുന്നേ എന്ന് ആര്യൻ അപ്പം ചോദിക്കുക. അല്ല വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ നേരത്തെ പറഞ്ഞു തരണ്ടേ? അതുകൊണ്ടല്ലേ ഞാനത് മേടിച്ചത്, അതുകൊണ്ടല്ലേ കുഞ്ഞിനിപ്പോൾ ദോഷം സംഭവിച്ചത്. എൻ്റെ കുഞ്ഞിൻ്റെ കഷ്ടകാലം അവിടെ തുടങ്ങി, ഞാനായിട്ട് തുടങ്ങി വെച്ചു. എല്ലാത്തിനും കാരണം ഞാനാ. എല്ലാം പോയി, എൻ്റെ കുഞ്ഞും പോയി, എൻ്റെ സന്തോഷവും പോയി, എല്ലാം പോയി. ആനന്ദേട്ടാ എന്നും പറഞ്ഞ് ആകാശം ആര്യനോട് പിടിച്ചു നിർത്താൻ തുടങ്ങുമ്പോൾ വിടടാ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ തന്നെ നടന്നോളാം, ഈ ആകാശം എന്നും ഒറ്റയ്ക്കാ, എനിക്ക് തന്നെ നടക്കാൻ അറിയാം എന്നും പറഞ്ഞ് പയ്യെ പോവാം. അവരുടെ അവസ്ഥ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. ഏട്ടനെ ഈ ഒരു അവസ്ഥയെ കണ്ട് ആര്യനും ആകാശനും സഹിക്കാൻ പറ്റുന്നില്ല. ഗോമതി ആണെങ്കിൽ നെഞ്ചു തകരുന്ന വേദനയോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത്. റൂമിലേക്ക് കയറി വരുമ്പം ആനന്ദിൻ്റെ കോലം കാണുന്ന ദേവിക്ക് ആകെ സങ്കടം വരികയാണ് കേട്ടോ. ആനന്ദ് വീണ്ടും ആ നശിച്ച തൊട്ടിൽ ഞാൻ മേടിക്കാൻ പോയതാ, ഇതിനെല്ലാം കാരണം. അപ്പം തുടങ്ങി എൻ്റെ കുഞ്ഞിൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞ് വീണ്ടും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ദേവി ആനന്ദിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, ആനന്ദേട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ആനന്ദേട്ടൻ ഓരോ തവണയും വാക്കുകൾ കൊണ്ട് എന്നെ ക്രൂശിക്കുന്നത്, ഒരു ചെറിയ കരുണയെങ്കിലും ഞാൻ അർഹിക്കുന്നില്ലേ ആനന്ദേട്ടാ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ആനന്ദ് ഒന്നും പറയില്ല കേട്ടോ. ആനന്ദേട്ടാ എന്നും വിളിച്ച തോളിലെ പിടിക്കാൻ തുടങ്ങുമ്പം കൈ തട്ടി മാറ്റി മാറിപ്പോയിരിക്കുകയാണ്. എന്തിനാ ആനന്ദേട്ട എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? ഞാനും ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയല്ലേ ആനന്ദേട്ട. എൻ്റെ വയറ്റിൽ ഞാൻ അത്രയേറെ കരുതലോടെ കൊണ്ടു നടന്ന കുഞ്ഞിനെയല്ലേ എനിക്ക് നഷ്ടപ്പെട്ടത്. എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ആനന്ദേട്ടന് അറിയാവോ? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ആനന്ദേട്ടൻ്റെ ഭാഗത്തു നിന്ന് പറയുന്ന ഒരു ചെറിയ ആശ്വാസവാക്ക് പോലും എത്രത്തോളം എനിക്ക് വലുതാണെന്ന് അറിയാവോ? എൻ്റെ ജീവിതം തന്നെ അവസാനിച്ചതുപോലൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ദേവി പറയണേ കേട്ടോ. അപ്പോൾ ആനന്ദാണെങ്കിൽ ബോധം കെട്ട് പെട്ടെന്ന് ബെഡിലേക്ക് അങ്ങ് വീഴാം. അത് കാണുന്ന ദേവി പറയും, എന്തിനാ ആനന്ദേട്ട ഇത്രക്കേറെ വേദന എനിക്ക് നൽകുന്നത്? ആനന്ദേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ആശ്വാസം, സാരമില്ലടി നിനക്ക് ഞാനുണ്ടല്ലോ എന്ന് ചെറിയൊരു വാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ ആനന്ദേട്ട? എനിക്ക് എന്നേക്കാൾ വലുത് ഈ ലോകത്ത് ആരെക്കാൾ വലുത് ആനന്ദേട്ടനാ. അതുകൊണ്ടാണ് ആനന്ദേട്ടൻ നൽകുന്ന ഒരു ചെറിയ അവഗണന പോലും എനിക്ക് സഹിക്കാൻ സാധിക്കാത്തത്. എനിക്ക് മരിക്കാനാണ് തോന്നുന്നത്. പക്ഷേ അത്രയ്ക്കൊന്നും സ്നേഹം ആനന്ദേട്ടൻ എന്നോട് കാണിക്കണമെന്ന് ഞാൻ പറയില്ല. ഒരല്പം കരുണ, ഒരു ദയ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയാ, അവൾ ആകെ തകർന്നു നിൽക്കുക എന്നൊരു ചിന്തയോടുള്ള പെരുമാറ്റം ഇതെങ്കിലും എന്നോട് കാണിക്കുക ആനന്ദേട്ട എന്ന് പറഞ്ഞ് ആനന്ദിനെ ചാരിക്കിടന്ന് നമ്മുടെ ദേവി പൊട്ടി കരയാനേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.